ഹേ ഓൾ, ഇന്ന് രാവിലെ ഇറങ്ങിയത് പെനാങ് ഹില്ലിലുള്ള ദ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നൊരു സ്ഥലം ലക്ഷ്യം വെച്ചിട്ടാണ്. അതൊരു വനനിരീക്ഷണ സെറ്റപ്പാണ് എന്നാണ് ഞാൻ നെറ്റിൽ നിന്ന് അറിഞ്ഞത്. ഓക്കെ, ഇറ്റ്സ് എ നൈസ് പ്ലേസ്, ഫോട്ടോ ഒക്കെ കണ്ടിട്ട്. അപ്പോൾ ഞാൻ രാവിലെ ഗ്രാബിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ റേറ്റ് നോക്കിയപ്പോൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിത്തോട്ട് എന്തുകൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തുകൂടാ. അപ്പോൾ ഇവിടെ മൂവ് ഇറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ആ ആപ്പിൽ നമ്മളുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഡെസ്റ്റിനേഷനും കൊടുത്തു കഴിഞ്ഞാൽ ലോക്കൽ ട്രാൻസ്പോർട്ട്, പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ പോകാമെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരും. ലൈക്ക് നമ്മൾ എവിടം തൊട്ട് എവിടം വരെ നടക്കണം, അവിടെ ബസ് എത്ര മണിക്ക് വരും, എത്ര രൂപ കൊടുക്കണം, ഏത് സ്റ്റോപ്പിൽ ഇറങ്ങണം, അവിടുന്ന് എത്ര മിനിറ്റ് നടക്കണം, ഏതാണ് റൂട്ട്, ഫുള്ള് പറഞ്ഞു തരും. സോ അതുപയോഗിച്ചിട്ട് ഞാൻ കുറച്ച് നടന്നിട്ടാണെങ്കിലും ഒരു ബസ്സിൽ കയറി. ബസ് വാസ് വെരി ഹെൽപ്ഫുൾ. ലൈക്ക് ബസ്സിൽ കണ്ടക്ടറൊന്നുമില്ല, ഡ്രൈവർ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷേ പുള്ളിക്കാരൻ എവിടെ ഇറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നു. പുള്ളി തന്നെയാണ് ടിക്കറ്റൊക്കെ തരുന്നത്. പിന്നെ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ഒരു സാൻഡ്വിച്ച് വാങ്ങിച്ച് കഴിച്ചു. അതിന് ശേഷം വീണ്ടും നടന്നു. പിന്നെയും നടക്കണമായിരുന്നു സ്റ്റേഷനിലെത്താൻ വേണ്ടിയിട്ട്. നല്ല ചൂടുണ്ടായിരുന്നു. ചൂടില്ലെങ്കിൽ നമുക്ക് നടക്കുന്നതിന് വലിയ പ്രശ്നമില്ല. പക്ഷെ നല്ല വെയിലാണ് ഇവിടെ. അപ്പം കുറേ നടന്നതിന് ശേഷം അവസാനം സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിൽ ആക്ച്വലി നല്ലൊരു എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അത്രയും ആളുണ്ടെങ്കിൽ തന്നെയും അവർ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരു അത്യാവശ്യം വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു. സ്റ്റാൻഡേർഡും ഉണ്ട്, എക്സ്പ്രസ്സും ഉണ്ട്. സ്റ്റാൻഡേർഡ് ടിക്കറ്റ് ആകുമ്പം അങ്ങോട്ട് പോകാനും തിരിച്ചും കൂടി 30 റിംഗറ്റ്സാണ് വരുന്നത്. അപ്പോൾ ആദ്യം നിന്ന് ഞാൻ ടിക്കറ്റ് എടുത്തു. എടുത്തതിന് ശേഷം പിന്നെ ട്രെയിനിൽ കയറാൻ സെക്ഷനായിട്ടാണ് വിടുന്നത്. ഓരോ ട്രെയിൻ വരുമ്പോൾ. അപ്പോൾ അതിനൊരു ക്യൂ ഉണ്ട്. ആ ക്യൂവിൽ നിന്നപ്പോൾ ഞാൻ ഒരു ജർമ്മൻ കപ്പിളിനെ പരിചയപ്പെട്ടു. അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സംസാരിക്കുന്നത്. വേറെ ആരോടും ഞാനങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ചിട്ടില്ല. സോ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അവരുടെ കൂടെയായിരുന്നു പിന്നെ ഞാൻ കുറേ നേരം ക്യൂവിൽ നിന്നതും ട്രെയിനിൽ കയറിയതും ഒക്കെ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. ട്രെയിൻ വാസ് എ നൈസ് എക്സ്പീരിയൻസ്. നമ്മൾ മുമ്പ് ഷിംലയിൽ പോയപ്പോൾ അവിടെ ടോയ് ട്രെയിൻ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ഏകദേശ രൂപം പോലെ വരും. പക്ഷേ അതിനെക്കാട്ടിലും കുറച്ചുകൂടി ഫാസ്റ്റാണ്, കുറച്ചുകൂടി സ്റ്റീപ്പുമാണ് ആ ഒരു മല. അപ്പം അവിടെ ഒരു ന്യൂ എക്സ്പീരിയൻസ്, കംപ്ലീറ്റ്ലി ന്യൂ അല്ലെങ്കിൽ പോലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല, നമ്മൾ നിന്നായിരുന്നു പോകുന്നത്. പിന്നെ ഇടയ്ക്കൊരു കുഞ്ഞ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തേണ്ട എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആ സ്റ്റേഷനിൽ നിന്നപ്പോൾ കുറച്ച് പേര് ഇറങ്ങി. അപ്പം പിന്നെ നമുക്ക് സീറ്റ് കിട്ടി. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് റോയിലാണ് ഇരുന്നത്. അപ്പോൾ അവർ കമ്പാർട്ട്മെൻറ്റിൽ അതിൻ്റെ ഡ്രൈവർ വിളിച്ച് നമ്മളെ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ ഇരുത്തിയിട്ട് പറഞ്ഞു ഇവിടെ ഇരുന്ന് കാണാൻ നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും ഇറങ്ങി ഫ്രണ്ടിലിരുന്നു. അപ്പം ഇറ്റ് ഇസ് നൈസ്. ലൈക്ക് ആ ഒരു കയറി പോകുന്നത് നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ പറ്റും, ആ ഒരു എക്സ്പീരിയൻസ്. അതാണ് ഞാൻ പറഞ്ഞ പുള്ളിക്കാരി. അപ്പോൾ ആ പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയായിരുന്നു വിളിച്ച് ഫ്രണ്ടിലിരുത്തിയപ്പോൾ. കൊച്ചുകുട്ടികളൊക്കെ വിളിച്ച് ഫ്രണ്ടിലിരുത്തുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ല, അതേപോലെ പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയായിരുന്നു. ആ ഡ്രൈവറോടൊക്കെ സംസാരിച്ച് എന്തൊക്കെയോ ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ മുകളിൽ സ്റ്റേഷനിലെത്തി. മുകളിലത്തെ സ്റ്റേഷനിൽ, അപ്പർ സ്റ്റേഷനിലെത്തി. എന്നിട്ട് അവിടുന്ന് ഇറങ്ങി. അവിടുത്തെ വ്യൂ കിടിലാണ്. ഇത് ഇപ്പോൾ കാണുന്നതാണ് പെനാങ്ങിൻ്റെ ആ ഒരു ഐലൻഡ്. ആ ഒരു പാലം വഴി അപ്പുറത്ത് ചെന്നാൽ നമ്മുടെ മെയിൻലാൻഡാണ്. ഓക്കെ, ഞാൻ ഫ്ലൈറ്റ് എടുത്തിട്ടാണ് ഇപ്പുറത്തേക്ക് വന്നത്. അവർക്ക് കുറച്ചും കൂടി നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടി കാർ റെൻറ്റിന് എടുത്തിട്ട് ആ പാലം വഴിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഓക്കെ, സോ ആ ഒരു വ്യൂ നല്ലൊരു വ്യൂ ആയിരുന്നു. താഴെ ഫുള്ള് കാണാൻ പറ്റും. പിന്നെ അവർ രണ്ടുപേരും അപ്പോഴും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. പിന്നെ അവരുടെ പ്രൈവസിയിൽ കുറേ നേരം നമ്മൾ ഇടപെടുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബൈ പറഞ്ഞു. എന്നിട്ട് ഞാൻ വേറെ വഴിക്ക് നടന്നു. കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ വേറെ വഴിക്ക് നടന്നു. ഇറ്റ് വാസ് ലൈക്ക് ഇവിടെ അത് കാണാനായിട്ട് കുറേ സെറ്റപ്പൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ബൈനോക്കുലറൊക്കെ വെച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. ഓക്കെ, പിന്നെ അതിന് ശേഷം മുകളിലോട്ട് കയറുന്നത് ഇനിയാണ് ഹാബിറ്റാറ്റ് പോകേണ്ടത്. അതിൻ്റെ ടിക്കറ്റ് ഞാൻ ഓൾറെഡി എടുത്തതാണ് ഓൺലൈൻ. അപ്പോൾ ഇവിടെ കയറി, ഇവിടെ ഒരു ഫുഡ് കോർട്ടുണ്ട്. അവിടെ കയറി എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ഡെസേർട്ട്സാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. അല്ലാത്ത ഫുഡും ഉണ്ട്, കുറേ ഡെസേർട്ട്സും ഉണ്ട്. അപ്പം ഡെസേർട്ട്സ് നമ്മുടെ ഐസ്ക്രീംസൊക്കെ ഉണ്ട്. ഞാനത് ഇവിടെയും കഴിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ അവിടുത്തെ ഒത്തൻറ്റിക്കായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ച് വാങ്ങിച്ചതാണ് ഇത്. ചെൻഡാൽ എന്ന് പറയും. ഇന്നത്തെ പയറൊക്കെ ഉണ്ട്. കൊള്ളാമോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, വലിയ ടേസ്റ്റൊന്നുമില്ല. ഞാൻ കുറച്ച് ബാക്കി വെച്ചു, ബാക്കിയൊക്കെ കഷ്ടപ്പെട്ട് കഴിച്ചു. പക്ഷെ വയറ് നിറയും. ഒരു ഹെൽത്തി ഡെസേർട്ട് പോലെ തോന്നും. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നിലുവിന് ഇഷ്ടപ്പെട്ട ബുജി എന്ന് പറഞ്ഞിട്ടൊരു പാവയുണ്ട്, ഒരു കുരങ്ങിൻ്റെ വയറ്റിൽ ഞെക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്നത്. അതിൻ്റെ സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കൊളുത്തിപ്പിടുത്തം തോന്നി. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കരമായിട്ടൊരു ഫീലിങ്. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ 2 കുട്ടികളുടെ കയ്യിൽ ആ സെയിം പാവയായിരിക്കുന്നു, ബട്ട് ഇൻ ഡിഫറെൻറ്റ് സൈൻ. സോ ദാറ്റ് വാസ് എ സൈൻ ഫ്രം നിലു, ഐ ബിലീവ്. നിലുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാവയായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ നിമേഷട്ടും കൊണ്ട് തന്നതായിരുന്നു. ഇറ്റ് ഇസ് ലൈക്ക് സ്പെഷ്യൽ.
ഓക്കെ. സോ പിന്നെ നമ്മളിവിടെ വന്നിട്ട് ഒരു വേറെ അറ്റ്മോസ്ഫിയറാണ് അകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇവിടെ തൊട്ടാണ് ദ ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ടിക്കറ്റ്, ഓൺലൈൻ ടിക്കറ്റ് ആണെങ്കിലും ടിക്കറ്റ് കാണിക്കണം. ഇവിടെ ഒരു കഫേ ഉണ്ട്. ആ ടിക്കറ്റ് കാണിച്ച് കഴിയുമ്പോൾ അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അകത്തോട്ട് കയറി കഴിഞ്ഞിട്ടൊരു പേപ്പറൊക്കെ തരും. പിന്നെ എത്ര സമയം എടുക്കും, ലൈക്ക് 2 മണിക്കൂറിന് അകത്തെടുക്കും എന്നാണ് പറഞ്ഞത്. 1.5 കിലോമീറ്റർ എന്തുകൊണ്ട് നടക്കാൻ. പിന്നെ ഒരു QR കോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്താലാണ് എൻട്രി തുറക്കുക. അപ്പോൾ തിരിച്ച് നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഇറങ്ങണമെങ്കിലും ആ QR കോഡ് വേണം എക്സിറ്റ് ചെയ്യണമെങ്കിലും. ഓക്കെ, അങ്ങനെ ഞാൻ നടന്നു തുടങ്ങിയപ്പോൾ ആണ് മനസ്സിലായത് ഇത് ചില്ലറ നടത്തുമൊന്നുമല്ല, ഒരുപാട് നടത്തമുണ്ട്. നടന്ന് എന്താ പറയുക, കുറേ സ്ഥലത്തൊന്നും ആൾക്കാരേ ഇല്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് അത്യാവശ്യം പേടി തോന്നേണ്ട ഒരു സ്ഥലം, ഒരു എനിക്ക് കാടും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഒറ്റയ്ക്കാകുമ്പോൾ ആ ഒരു സൗണ്ടൊക്കെ ഉണ്ടല്ലോ, കുറച്ചൊരു പേടിയായിരുന്നു. പക്ഷെ ഇപ്പം എന്തോ എനിക്ക് ഒരു പേടിയും തോന്നില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഒറ്റ മനുഷ്യനില്ല, കാടിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ, ആ ചീവിടിൻ്റെ കുരങ്ങിൻ്റെ ഒക്കെ സൗണ്ട് മാത്രമേ ഉള്ളൂ. ബട്ട് ദെൻ എനിക്ക് എന്തോ ഒരു പ്രസൻസ് ഫീൽ ചെയ്തു. ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഇസ് നെല്ലു. എനിക്ക് പല സ്ഥലങ്ങളിലും എന്നുവെച്ചാൽ ഒരു സ്ഥലങ്ങളിലും പേടി തോന്നില്ല, ചില സ്ഥലങ്ങളിലും ഒട്ടും ആളില്ല എന്നിട്ട് പോലും. സോ അങ്ങനെ നടന്ന് കുറേ നടന്നു. ഇവിടെ ഒരു സ്ഥലം ഫുള്ള് കാടാണ്. കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ട് ആൾക്കാർ ഉണ്ടായിരുന്നു സ്ട്രോളറിലിരുത്തിയിട്ട്. ഇതൊരു പാലമാണ്, ആ പാലത്തിൻ്റെ 2 സൈഡിലും ആയിട്ടും കാടാണ്. ഇത് നല്ല രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുള്ളൊരു സെറ്റപ്പാണ്. നല്ല രസമാണ്. മുകളിലിരുന്നിട്ട് 2 സൈഡിലോട്ടും കാണാം. ഭയങ്കര സൈലൻ്റാണ്, ഒട്ടും സൗണ്ടില്ല, ഭയങ്കര സൈലൻറ്റ്. ഇവിടെ ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാർക്ക് ഇതുണ്ട് എന്ന് എനിക്കറിയില്ലായിരുന്നു. ആസ് യു ഓൾ നോ, ലൈക്ക് ബട്ടർഫ്ലൈ റിലേറ്റ് വിത്ത് നിലു. സോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. യുനോ ഇറ്റ്സ് ലൈക്ക് ഇന്നലെ ഞാൻ ഭയങ്കരമായിട്ട് ബെഗ് ചെയ്യുന്നുണ്ടായിരുന്നു ടു ഗെറ്റ് സം സോർട്ട് ഓഫ് സൈൻ. സോ ഇന്ന് ഫുൾ ഓഫ് സൈൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇവിടെ ഒരു സ്കൈ വക്ക് അല്ലല്ലോ, ഇതിനെന്ത് പറയുക, ട്രീ ടോപ്പ് എന്ന് പറയുന്നൊരു സാധനം, ട്രീ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഇതിലേക്ക് കയറണം എന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പടിയുടെ എണ്ണം കണ്ടപ്പോഴത്തേക്കും എൻ്റെ കാലിൻ്റെ അവസ്ഥയും കൂടി കണ്ടപ്പോൾ വേണ്ട എന്ന് തീരുമാനിച്ചു. ഞാൻ താഴെ ഇരുന്ന് മാത്രം കണ്ടു. ഇത് ബട്ടർഫ്ലൈ സർക്കിൾ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇറ്റ്സ് ഓൾസോ ലൈക്ക് അവിടെ കുറേ ബട്ടർഫ്ലൈസ് ഉണ്ട്. ഞാൻ അധികം ബട്ടർഫ്ലൈസിനെ ഇവിടെ കണ്ടില്ല. ബട്ട് ദെൻ ഒരു സൈൻ ആണെങ്കിൽ പോലും ബട്ടർഫ്ലൈ റിലേറ്റഡ് എന്ത് കണ്ടാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. യുനോ പിന്നെ ഞാൻ നടന്നു തുടങ്ങി. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ഒരു ജിഞ്ചർ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം. അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതായത് ഈ ഒരു ബട്ടർഫ്ലൈ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയോ ഉണ്ട്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല. പിന്നെ ബട്ടർഫ്ലൈ കണ്ടത് അപ്പോഴും ഒരു രസമായിരുന്നു. ഓക്കെ, പിന്നെ നടന്ന് അവസാനം ഞാൻ എത്തിച്ചു, ഇപ്പുറത്തെ സൈഡിൽ വന്നു. ഇവിടെ ഒരു കുഞ്ഞി കഫേ ഉണ്ട്, ഒരു പ്രീമിയം സെറ്റപ്പിൽ ചെയ്തിരിക്കുന്ന ഒരു കഫേ. അതിനകത്ത് കുറച്ച് പ്രീമിയം ഐറ്റംസ്, പിന്നെ കോഫി, ബുക്സ്, കേക്ക്, വാട്ടർ എല്ലാം ഉണ്ട്. ഇവിടെ നമ്മൾ ആ ഒരു QR കോഡ് കാണിച്ചാലേ ഇതിനപ്പുറത്തേക്ക് കയറാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ അതിനകത്തേക്ക് കയറിയപ്പോൾ ആരുണ്ടായിരുന്നു അവിടെ? ആ ജർമ്മൻ കപ്പിളിനെ വീണ്ടും കണ്ടു അവിടെ വെച്ചിട്ട്. സോ ദേ വെയർ ഓൾസോ ലൈക്ക് സർപ്രൈസ്ഡ് ആൻഡ് ഐ വാസ് ഓൾസോ സർപ്രൈസ്ഡ്. ആൻഡ് നമ്മൾ പിന്നെയും കുറേ നേരം സംസാരിച്ചു. അവരെനിക്കൊരു കുപ്പി വെള്ളമൊക്കെ വാങ്ങി തന്നു. ദാറ്റ് സോ ലവ്ലി, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു, അവരുമായിട്ടിരുന്നിട്ട് സെൽഫിയൊക്കെ എടുത്തു. എന്നിട്ടാണ് ഞാൻ ഇവിടുന്ന് തന്നെ തിരിച്ച് ഷട്ടിൽ സർവീസ്, തിരിച്ച് അവർ നടന്നു പോകാമെന്ന് പറഞ്ഞു. എനിക്ക് അതിനുള്ള ആരോഗ്യമില്ലായിരുന്നു. സോ അവർ തന്നെ ഫ്രീ ഷട്ടിൽ സർവീസ് ഉണ്ട്, നമ്മൾ ടിക്കറ്റ് എടുത്തവർക്ക് തിരിച്ച് താഴെ റെയിൽവേ സ്റ്റേഷനിൽ വരാൻ വേണ്ടിയിട്ട്. ഞാൻ മര്യാദയ്ക്ക് അതിൽ തന്നെ വന്നു. ഓക്കെ, എന്നിട്ട് അതിനകത്ത് നമ്മുടെ ആ ഒരു ട്രെയിൻ വന്ന് ഇറങ്ങിയ സ്ഥലത്ത് നമ്മൾ വീണ്ടും അവർ കൊണ്ടുവന്നെത്തിക്കും. പിന്നെ ആ ടിക്കറ്റ് അതേപോലെ കാണിച്ചിട്ട് കുറച്ച് നേരം ക്യൂ നിന്നിട്ട് നമുക്ക് ട്രെയിനിൽ കയറാം. അങ്ങനെ ട്രെയിനിൽ കയറി തിരിച്ച് നമ്മൾ ലോവർ സ്റ്റേഷനിൽ വന്നു. എന്നിട്ട് അവിടെ കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുത്തു, സ്നാക്സ് മേടിച്ചു, ഒരെണ്ണം അവിടെ നിന്ന് കഴിച്ചു, ബാക്കി ഞാൻ റൂമിലേക്ക് എടുത്തു. ബിക്കോസ് പെട്ടെന്നിരിക്കുമ്പോൾ വിശക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടായില്ലെങ്കിൽ എനിക്കൊരു വിഷമം. അവിടെ നിന്ന് ബസ് ഉണ്ടായിരുന്നു, പക്ഷേ 45 മിനിറ്റ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് ബസ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ ആ 45 മിനിറ്റ് ഞാൻ ആ ഫാനിൻ്റെ അടിയിൽ നല്ല സുഖമായിട്ടിരുന്നു. എന്നിട്ട് ബസ്സിൽ കയറി തിരിച്ച് ഗ്രാബ് വിളിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ സ്റ്റേഷനിൽ തന്നെ ബസ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പിന്നെ ബസ്സിൽ തന്നെ വരാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ബസ്സിൽ കയറി 2 റിങ്കറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ ബസ്സിൽ. ഗ്രാബിലാണെങ്കിൽ 14-15 റിങ്കറ്റ്സ് എന്തോ ആണ്. അതിനുശേഷം ഞാൻ വന്നിട്ട് റൂമിൻ്റെ അടുത്ത് ഇറങ്ങി ഒരു ചിക്കനും ഒരു മുട്ടയും വാങ്ങിച്ച് റൂമിലേക്ക് വന്നു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.